യേശുവിൻ്റെ കൂട്ടായ്മയിലെ ദൈവം സ്നേഹിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഇന്നത്തെ ദിവസം ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിരാവിലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ആ ദൈവവചനം നമ്മളെ ഈ ദിവസം മുഴുവനും ബലപ്പെടുത്തി മുന്നോട്ട് നടത്തുന്നതിനും ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 77-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു. ദുരിതങ്ങളും പ്രയാസങ്ങളും സഹനങ്ങളും രോഗങ്ങളും വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് കർത്താവിനെയാണ്. എന്തുകൊണ്ടാണ് എനിക്കിതെല്ലാം വന്നത് എന്ന ഒരു ചോദ്യവുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓടും. കർത്താവേ, ഇത് എന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്നുള്ള യാചനകൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എത്ര സഹനം ആ സമയത്തെടുക്കുവാനും നമ്മൾ ഒരുക്കമാണ്. അതിനുവേണ്ടി രാത്രി മുഴുവനും കൈവിരിച്ചു പിടിക്കുവാൻ പോലും നമ്മൾ തയ്യാറാണ്. എന്നാൽ ഏത് സഹനം വരുമ്പോഴും കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, പോയ വർഷങ്ങളിൽ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുവാനും അതിന് നന്ദി പറയുവാനും ആ ദൈവം ഈ സഹനങ്ങളിൽ നിന്നും ഈ നിമിഷങ്ങളിൽ നിന്നും എന്നെ പരിപാലിക്കുമെന്നും ഉറച്ചു വിശ്വസിക്കുവാനും നമ്മൾ ഒരുങ്ങണം. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അത്യുന്നതനായ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും ആ ദൈവത്തിൻ്റെ തണലിലുമാണ് നമ്മൾ കഴിയുന്നതെന്നും അവിടുന്നാണ് നിന്നെ വഴി നടത്തുന്നതെന്നും ആ ദൈവമാണ് നിനക്ക് വേണ്ടതെല്ലാം നൽകുന്നതെന്നും ഉറച്ചു വിശ്വസിക്കുമ്പോൾ നിൻ്റെ മേലെത്ര വലിയ ദുരിതങ്ങൾ വന്നാലും ആ ദുരിതത്തിൽ നിന്നെല്ലാം സർവശക്തനായ ദൈവം നിന്നെ കൈപിടിച്ച് നടത്തും. കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും. അങ്ങനെ ഉയർത്തിയവരുടെ സാക്ഷ്യങ്ങളാണ് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹനിധിയായ പിതാവ് നിങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി, നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി എപ്പോഴും കൈനീട്ടി നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങളുടെ മുൻപിലും പിൻപിലും നടക്കുന്ന കർത്താവ്, നിങ്ങളെ വഴി നടത്തുന്ന ദൈവം, ആ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്നെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ.
സർവശക്തനായ ദൈവം, നമ്മുടെ പിതാവായ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ കർത്താവ് നിങ്ങളോടൊപ്പം നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ കർത്താവ് മോചിപ്പിക്കുവാനും അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാനും പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ലോകത്തിൽ 800 കോടിയിലധികം വരുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ദർശനങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവർ യേശുവിൻ്റെ മുഖം കാണുവാനും ആ ഏകദൈവത്തിൽ വിശ്വസിക്കുവാനും അങ്ങനെ ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിക്കുവാനും ദൈവം അവസരമുണ്ടാക്കട്ടെ. യുദ്ധങ്ങളും കലഹങ്ങളും ഈ ലോകത്ത് നിന്ന് വിട്ടുമാറുവാനും സമാധാനം സമൃദ്ധമായി ഈ ലോകത്ത് നിറയുവാനും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവായ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.